രണ്ട് പുറത്തേക്കുള്ള രണ്ട് സൈഡിലും വെന്റിലേഷൻ. ഇവിടെയോ? അവിടെ അവിടെ. ഓക്കെ. അത് അതിന് മുമ്പ് ഇതൊക്കെ സീലിംഗ് വെന്റിലേഷനും ഇതിന്റെ കൺഫേം ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചിമ്മിനിയൊക്കെ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ടീമിനോട് ഒന്ന് കൺഫേം ചെയ്തേക്കും. ഓക്കെ, എന്തായാലും ഈ പ്ലാനിൽ കൊടുത്തോളൂ. അത് നമ്മൾ ആ പിന്നീട് അത് അത് പിന്നെ കൺഫേം ചെയ്തോളാം. ഉം. ഓക്കെ. അവിടെ ആ എനിക്കൊരു വാഷ് ബേസിനുള്ള സ്പേസ് ഉണ്ടോ? എവിടെയാണ്? ഈ ഭാഗത്തോ? ആ അത് പുറത്ത് കൊടുത്താ പോരെ? അല്ല, വാഷ് ബേസിൻ അല്ല, വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ അടപ്പിന്റെ അടുത്ത് വാഷിംഗ് മെഷീൻ വെക്കണോ? അവിടെ അടുപ്പിനുള്ള സ്പേസേ ഉള്ളൂ. എനിക്ക് ആ അറിയാത്തോണ്ട് ചോദിക്കുക. ആ അത് കാണിച്ചു ഒരു തരാം. അടു ഒരു അടുപ്പിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അടുപ്പ് ഞാനൊരു 90 സെന്റിമീറ്റർ, മറ്റേ നമ്മൾ വിറകടുപ്പല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ, ഒരു ചെറിയ വിറകടുപ്പ് മതി. ആ വീട്ടിൽ 2 പേരേ ഉള്ളൂ. അവര് ആ വിറകടുപ്പ് ഉപയോഗിക്കുമെന്നും എനിക്ക് അറിയത്തില്ല. അത് വിറകടുപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അതൊരു സ്റ്റോറേജ് ഏരിയ പോലെ എടുക്കായിരുന്നു. അവിടുത്തെ എന്റെ ഇത് പറയാം. അവിടെ എനിക്ക് ഒന്ന് വിറകടുപ്പ് വേണം. അതൊരു രണ്ട് വിറക്, രണ്ടടുപ്പ് മതി അവിടെ, ആ വിറകടുപ്പെന്ന് ആ ഉദ്ദേശിക്കുന്നത്. ആ രണ്ടടുപ്പിനുള്ള സ്പേസേ ഉള്ളൂ അവിടെ. ഇവിടെ അതിനുള്ള സ്പേസേ ഉള്ളൂ. 1.6 വരുന്നുള്ളൂ. വരുന്നുള്ളൂ. 1.5 മീറ്റർ ഉള്ളൂ. പിന്നെ അവിടെ സ്റ്റോറേജ് സ്പേസിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായത് അവിടെ ആ, ഒരു ഗ്യാസ് സ്റ്റൗ അല്ലാതെ വെക്കാനുള്ള. ഗ്യാസ് സ്റ്റവ് അല്ലാതെ വെക്കുമ്പോൾ ഗ്യാസ് സ്റ്റവിന് ഒരു 60 സെന്റിമീറ്റർ എങ്കിലും നമ്മൾ എടുത്ത് ചെയ്യും. പിന്നെ ബാക്കി 100 സെന്റിമീറ്റർ. അപ്പോൾ ഒരു ഇത്രയൊക്കെ വരും കഷ്ടിച്ച് നമുക്കിത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യാനും അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ, ഇപ്പോൾ സ്ലാബ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തല്ലേ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുക. അപ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു 2 സ്ലാബ് കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. ഒരു സ്ലാബിനുള്ള സ്ലാബ് സ്പേസ് ഉണ്ട് ഏതെങ്കിലും ഒരു സൈഡില്. സ്ലാബ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള അടുപ്പ് യൂസ് ചെയ്യുമ്പോൾ വിറകൊക്കെ വെക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് വേണ്ടേ? അത് സ്ലാബിന്റെ അങ്ങനെ ഇല്ലേ? ഉള്ളിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഈ വർക്ക് ഏരിയ. സ്ലാബും ഗ്യാസ് സ്റ്റൗവും ഇതൊക്കെ അത്ര അടുത്ത് വെക്കുന്നത് സേഫ് അല്ല കേട്ടോ. ഓക്കെ, താങ്ക്സ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു ഗ്യാസ് അടുപ്പിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതെ, ഗ്യാസ് അല്ല, നമ്മുടെ വിറകടുപ്പിന്. വിറകടുപ്പ്. ഓക്കെ. അപ്പൊ അവിടെ ഒരു കൗണ്ടർ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. ഒരു സ്റ്റോറേജ് സ്പേസോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ വാഷ് ബേസിനൊക്കെ എങ്ങനത്തെയാണ്? മറ്റേ ഫ്രണ്ട് ലോഡാണോ എങ്ങനെയുള്ള വാഷിംഗ് വാഷ് മെഷീനാണ്? ബേസും ഫ്രണ്ട് ലോഡാ. അല്ല, സോറി, വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡാ? ഫ്രണ്ട് ലോഡാ. ഫ്രണ്ട് ലോഡാണ്. അങ്ങനെ ഫ്രണ്ട് ലോഡാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ സ്പേസ് ഇല്ല എന്നാണോ പറയുന്നത്? വർക്ക് ഏരിയയിൽ സ്പേസ് കുറവാണ്. കാരണം വാഷിംഗ് മെഷീൻ ഏകദേശം ഒരു 60-65 ഒക്കെ വരില്ലേ സെന്റിമീറ്റർ. ആകെ നമുക്കിവിടെ 1.5 മീറ്ററേ ഉള്ളൂ. പിന്നെ ആകെ 100 സെന്റിമീറ്റർ എന്നുള്ള അത് ഇവിടെ അടപ്പും കൂടി ഇങ്ങനെ വരുമ്പോൾ അടപ്പ് യൂസ് ചെയ്യാൻ അതൊരു ബുദ്ധിമുട്ടാകുമെന്നാണ്. ബാത്റൂമിൽ സ്പേസ് ഇല്ല. എന്തോ? അല്ല, ഇതിപ്പോ എവിടെ വെക്കും? വാഷിംഗ് മെഷീൻ എവിടെ വെക്കും? വാഷിംഗ് മെഷീൻ ഞാനിപ്പോൾ ഒരു സജഷൻ പോലെ എനിക്ക് തോന്നിയത് ഇവിടെ വേണമെങ്കിൽ, പക്ഷേ സീറ്റിംഗ് സ്പേസ് പോകും ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ. വേണമെങ്കിൽ അങ്ങനെ നോക്കാം. എന്നിട്ട് അതിങ്ങനെ നമ്മൾ ഇതുപോലെ ലോഫ്റ്റുകളുമൊക്കെ ചെയ്യുന്ന ടീമിനെ കൊണ്ട് തന്നെ അത് കവർ ചെയ്തും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ വേണമെങ്കിൽ ചെയ്തിട്ട് കാണിച്ചു തരാം, മോഡൽ കാണിച്ചു തരാം, എന്നിട്ട് എനിക്ക് നോക്കുക. മനസ്സിലായി. അവിടെ വർക്ക് ഏരിയയിൽ കൊടുക്കാൻ പറ്റുമോ നോക്ക്, ഏതെങ്കിലും ഒരു സൈഡിൽ. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചെയ്ത് നോക്കാം, കാണിച്ചു തരാം. ആ ഡോറേ. ഓക്കെ, ഒന്നുമില്ല. ആ ഡോറ് ഇങ്ങനെയാ വരുന്നതല്ലേ? മെയിൻ കിച്ചൺ ഒന്ന് എടുക്കുവോ? പേടിയാണ്. വീഡിയോ ഒന്ന് എടുക്കും. അപ്പൊ നമ്മൾ ആ ഫ്രിഡ്ജിന്റെ അടുത്ത് ആ ഭിത്തി മാറ്റിയിട്ട്, ഞാനിപ്പോ വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്.
നോക്കാം. ഒരു കണ്ടു. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് സ്പേസ് ഇവിടെ വരുന്നില്ലേ? ഏതാ ആ ഭിത്തി? ഏത് മനസ്സിലായോ? ആ വർക്ക് മനസ്സിലായി. ഏരിയയുടെ ഭിത്തി കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്നില്ലേ? ഇത് ഇങ്ങോട്ടേക്ക് വരും. ഈ ഭിത്തി കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കാൻ വേണ്ടിട്ടല്ലേ അല്ല, പറഞ്ഞത്? ആ ഭിത്തി ടോട്ടലി മാറ്റിയിട്ട് ആ, വർക്ക് ഏരിയയുടെ ഭിത്തി കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കാൻ പറ്റില്ല എന്നാ ഞാൻ. ഇത് ഇങ്ങോട്ടേക്ക് ആ അല്ലേ? ഈ ഭിത്തി ആ, ഇങ്ങോട്ടേക്ക്, ഈ സ്പേസ് അപ്പൊ ഇവിടെ ആയിട്ട് വരും. അതെ 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 അതെ. ഓക്കെ ഓക്കെ. ഞാനപ്പോ എന്തായാലും അതിനൊരു കൗണ്ടർ സ്പേസും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു പാസേജിനുള്ള എല്ലാ ഗ്യാപ്പും വിട്ടിട്ട് ഞാൻ 3D ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആ ഭിത്തി ഇങ്ങോട്ട് നീക്കുമ്പം അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ സിറ്റിംഗ് സ്പേസ് കൊടുക്കാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ഡോറിന്റെ ഇവിടെ ആയിട്ടാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഈ ഭാഗത്തായിട്ടില്ലേ? ആ പാസേജ് ആണ്, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ. പാസേജിൽ ഇപ്പോൾ പാസേജ് വരുന്നത് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു ക്ലട്ടർ പോലെയാണല്ലോ. പിന്നെ ചെറുത് ഒരെണ്ണം പറ്റുമെങ്കിൽ എന്റെ നോക്കാം. പറ്റില്ലെങ്കിൽ നമുക്ക് അത് നോക്കാം. വിട്ടേക്കും. അതിപ്പോ അങ്ങനെയാണെങ്കിലും ചെയേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് അമ്മമാരൊക്കെ യൂസ് ചെയ്യും. എങ്ങനെയാന്ന് കഴിഞ്ഞാലും ചെയർ അവിടെ ഒരു എന്തെങ്കിലും സിറ്റിംഗ് അവിടെ സ്പേസ് ഇടും. ഇരുന്നോട്ടെ, ഒരു ആ അത്യാവശ്യമാണ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ അല്ലേ? ഇപ്പൊ ഇത്രയൊക്കെയല്ലേ സജഷൻസ് ഉള്ളൂ? അതെ. ഫസ്റ്റ് ഫ്ലോർ എനിക്ക് കൊണ്ടാണ് സ്റ്റാർട്ട് മെയിൻ ചെയ്യാം. ആയിട്ട് നിങ്ങൾ ഈ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലൊക്കെ ഇതിൽ വരുമോ? എന്ത്? ഈ ഇന്റീരിയറിൽ ആ, എനിക്ക് മനസ്സിലായില്ല. ഹാൻഡ് റെയിൽ സ്റ്റെയറിന്റെ ഹാൻഡ് റെയില് അതെന്താണ് ഒരു ഐഡിയ ഉള്ളത്? ഞാനിപ്പോ ഇതൊരു ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതുപോലെ ചെയ്താൽ പോരെ? ഞാനൊരു ഫോട്ടോ അല്ലെങ്കിൽ ഇട്ടിട്ടില്ലേ, ആ അതൊന്ന് അതില് നോക്കിക്കോളൂ. അതിലും ഗ്ലാസ് ആണ്. ഒരു സൈഡിൽ, അതായത് ആ ഭിത്തിയിൽ ഒരു പിടിച്ചു കയറാനുള്ള ഒരു ആ ടൈപ്പിന്റെ ഒരു സാധനം ആ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സൈഡിൽ എനിക്ക് ഗ്ലാസ് ഈ ഏറ്റവും മേൽ ടോപ്പിൽ നിന്ന് എനിക്ക് ഇത് ചെയ്താൽ മറ്റേ ഈ റോപ്പ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. എന്റെ ഒരു ഐഡിയ ആണ്. എനിക്ക് നടക്കുമെന്നും അറിയില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് തന്നാലും കൊള്ളാം. ആ ഞാൻ നോക്കാം. ഓക്കെ. ഇനി ഫസ്റ്റ് ഫ്ലോർ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേയൊക്കെ അല്ലേ ഉള്ളൂ, വേറെ ഇത്രേ ഒന്നുമില്ലല്ലോ. ഉള്ളൂ. സീലിംഗ് ചെയ്യുന്നുണ്ടോ? ഹോൾ സീലിംഗ് ചെയ്യുന്നുണ്ടോ? ഫോൾ സീലിംഗ് ചെയ്യണോന്നൊരു ഡൗട്ടിലാണ്. അത് കൺഫേം ആക്കിയിട്ടില്ല. ഫോൾ സീലിംഗ് എന്താ സജഷൻ? അല്ല, ഞാൻ ചോദിച്ചിട്ടായിരുന്നു. ഹോൾ സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 3D ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിച്ചു തരാമല്ലോ. ഓക്കെ. അത് ഫോൾ പക്ഷേ സീലിംഗ് ഇതിൽ കാണില്ല, അത് റെൻഡറിൽ കാണത്തുള്ളൂ. ക്ലിയർ ആയിട്ട് ഓക്കെ. മനസ്സിലാവില്ല, അതിന്റെ ഭംഗി മനസ്സിലാവത്തില്ല. ഓക്കെ, ഫോൾ സീലിംഗ് ചെയ്തോ, പക്ഷെ മിനിമൽ മതി. ഹോൾ സീലിംഗ് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഹോൾ സീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരെ ബജറ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതെ അതെ. അല്ലാതെ നമുക്ക് കോൺക്രീറ്റിൽ തന്നെ ഇതുപോലെ പ്രൊഫൈല്. സ്ട്രിപ്പ് ലൈറ്റ്സ്, പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ജസ്റ്റ് കോൺക്രീറ്റ് ഒരു പെർട്ടിക്കുലർ ഇഞ്ചിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ പോസിബിൾ ആണ്. ഓക്കെ, ഫോൾ സീലിംഗ് വിട്ടേക്കും. എനിക്ക് ആ പ്രൊഫൈലിനോടാണ് താല്പര്യം. ആ അപ്പൊ അത് എന്തെങ്കിലും ഒരു ഡിസൈനിൽ മിനിമലായിട്ട് എന്തെങ്കിലും ഞാൻ കൊടുക്കും. ഓക്കെ. നമ്മുടെ, അതായത് ഞാൻ ആ സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ അതായത് ആ ഡോറ് തൊട്ട് ബാക്ക് വരെ ആ ടി ഷേപ്പിൽ ഒരു ടൈലും, ആ ആ അപ്പൊ ആ ഹോൾ എനിക്കൊരു സെപ്പറേറ്റ് ഇതില്. ഹൈലൈറ്റ് ചെയ്ത് ആ ഓക്കെ. ആ ഒരു ഭാഷ. ഏത് ആ മോഡാണ് ഏത് മോഡ്. ആ ആ സ്റ്റെയറിന്റെ ടൈലും ആ വുഡൻ ആ ആ സെയിം സ്റ്റെയർ തന്നെ. വുഡ്. ഞാൻ ഇട്ടേക്കുന്ന ഫോട്ടോ പോലെ തന്നെ. പിന്നെ കമ്മിങ് ടു ഫസ്റ്റ് ഫ്ലോർ, എന്തോ? ഫസ്റ്റ് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു.
കാണാൻ പറ്റുന്നുണ്ടോ? 3D ചെയ്തത് കാണിച്ചായിരുന്നോ? ഫോട്ടോ അയച്ചു തന്നായിരുന്നോ? ഇല്ല ഇല്ല, നമ്മൾ ആദ്യം ഇത് ചെയ്ത് കൺഫേം ആക്കിയിട്ട് സ്ട്രക്ചർ ചെയ്ത് കൺഫേം ആണെങ്കിൽ മാത്രമേ 3D കടക്കുള്ളൂ, റെൻഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓക്കെ. ഇതിൽ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മീൻസ് ഇപ്പൊ നിങ്ങളിത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ ഇനി അടുത്ത പ്രോസസ്സ് 3D ആണല്ലേ? അല്ല, അതെ. 3D എലവേഷൻ ഒന്ന് ചെയ്യൂ. എന്തോ 3D എലവേഷൻ, അതായത് പുറത്തു നിന്നുള്ള. എക്സ്റ്റീരിയറോ? ആ എക്സ്റ്റീരിയർ ചെയ്യും. അല്ല, അത് ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അയച്ചു തന്നിട്ടുണ്ട് തോന്നുന്നു, ഫാദർ അയച്ചു. ഓക്കെ, അതിൽ ഈ ഫസ്റ്റ് ഫ്ലോറിലെ റൂമിൽ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ എവിടെ വേവിൻ്റെ വരുന്നുണ്ട്? ബെഡ്റൂമിലോ? യെസ്. ആണോ? അതിങ്ങനെ പുറത്തേക്കാണ്. ഞാൻ ഇത് അയച്ചു തരാം. ഓക്കെ, മനസ്സിലായി. അപ്പൊ അതും കൂടെ ഇതിൽ ഈ 3D കാണിക്കണമെന്നല്ലേ? 3Dയുടെ പിക്ചർ അയച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് പ്ലാനിൽ തന്നപ്പോ ഇതില് 360 ആണ് ഈ ഒരു വിട്ട് തന്നിരുന്നത്, ഈ ഡയമെൻഷനെ. പക്ഷെ അത് ആക്ച്വലി പ്ലാനിൽ ഇവര് താഴത്തെ പ്ലാനിന്റെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് 300 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. അതായത് ഓക്കെ, ഇതല്ല പ്ലാൻ. ഇതില് ടോട്ടൽ 1585 ആണ് ഇതിന്റെ ടോട്ടൽ പ്ലാൻ കാണിച്ചേക്കുന്നത്, റൈറ്റ്? അതായത് നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന പ്ലാനും അതായിരിക്കണം. ഞാൻ നമ്മുടെ ആക്ച്വൽ പ്ലാൻ അയച്ചു തരാം. ഇതിൽ നിന്നൊക്കെ കുറെ എഡിറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒരു 1535 പ്ലാൻ എത്തിയേക്കുന്നത്. അവിടുന്ന് പിന്നെ കെട്ടി വന്നപ്പോൾ വന്ന ചേഞ്ചസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊന്ന് കൺഫേം വേഗം അയച്ചു തരണേ, അല്ലെങ്കിൽ നമുക്കിത് പിന്നെയും ഇത് രണ്ടാമത്തിൽ അതിൽ ചെയ്യണം. പ്ലാൻ മാറുമ്പോൾ അപ്പൊ അതില് ഡയമെൻഷൻ എഴുതിയേക്കുന്നതിൽ മിസ്റ്റേക്ക് അങ്ങനെ വന്നതാണ് എന്താന്ന് എനിക്ക് അറിയില്ല. പ്ലാനിൽ ഒരു 360 കിടക്കുന്നുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ ഡ്രോയിങ് കണ്ടോ? എനിക്ക് അയച്ചു തന്നേക്കുന്നതിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ ഇതില് 330/360 എന്നാ കിടന്നിരുന്നത്. 330/360 ആയിരുന്നു ഡ്രോയിങ് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു ഡൗട്ട് വന്നത്. ആക്ച്വലി 300 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മിസ്റ്റേക്ക് ആണോ ചോദിക്കാൻ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറയുമോ? നമ്പർ ഞാൻ അത് ചോദിച്ചിട്ട് പറയാം. അതല്ല, മീൻസ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ വാട്സാപ്പിൽ? ഹലോ, 70127 83793.